Hi dears, welcome back to Xylem Learning. So, നമ്മൾ റാൻഡം വേരിയബിൾസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 4 മാർക്കിനായിരിക്കും ഇത്തരത്തിലൊരു ചോദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരിക്കാം. സോ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കെന്റെ വാല്യൂ എന്താണെന്ന് കണ്ടെത്താനാണ്. അതിനുശേഷം എന്താണ് പറഞ്ഞിട്ടുള്ളത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്, അതായത് മീൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു PMF ആണ്, ഇതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. അതിന്റെ കണ്ടീഷൻ എടുത്താൽ മാത്രമാണ് ഇത് സോൾവ് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു PMF ആകണമെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതൊരു PMF ആണ് എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. ഒന്ന് എന്ന് പറയുന്ന എല്ലാ പ്രോബബിലിറ്റീസും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ ഈ സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്ത് വേണം, എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്യുക ആൻഡ് ഈക്വൽ ടു എന്താണ് 1 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇവിടെ സിഗ്മ P of x is equal to k plus 2k plus 3k plus 2k plus k that is equal to 1. ഇനി ഇവരെല്ലാവരും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നമുക്കിവിടെ 9k എന്നായിരിക്കും കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എന്താണ്, ഈസി അല്ലേ. ഇനി എന്ത് കിട്ടും, ആ 9നെയും കൂടെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഇടുക. ആൻസർ എന്ന് പറയുന്നത് 1/9 ആയിരിക്കും. ഇത്ര ഈസി ആയിട്ട് ഡിസ്ക്രീറ്റിന്റെ കേസിൽ നമുക്ക് കെന്റെ വാല്യൂ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ k എന്ന് പറഞ്ഞാൽ എന്താണ് 1/9 ആണ്. 2k എന്ന് പറയുമ്പോഴോ, അപ്പൊ ഈ 9ന്റെ കൂടെ ഒരു 2 കൂടെ വരും അല്ലെ. അപ്പൊ 2/9 വരും. 3k എന്ന് പറയുമ്പോൾ 3/9 ആയിരിക്കും. 2k എന്ന് പറഞ്ഞാൽ 2/9, k എന്ന് പറഞ്ഞാൽ എന്താണ് 1/9. ഇപ്പൊ നമുക്ക് എല്ലാ kന്റെ വാല്യൂസും ഇവിടെ ഓരോ പ്രോബബിലിറ്റീസ് എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, മീൻ വാല്യൂ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മീനിനെയാണ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് P of x ആണ്. എന്താ അവിടെ ചെയ്യണത്, ഓരോ എക്സ് വാല്യൂസും അതിന്റെ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസും കൂടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് എല്ലാവരും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂസ് എന്താണ് നമ്മൾ ആഡ് ആണ് ചെയ്യുന്നുണ്ടായിരിക്കാം. നോക്കാം. അപ്പൊ 0 × 1/9 0 × 1/9 പ്ലസ് 1 × 2/9 പ്ലസ് നോക്കിക്കഴിഞ്ഞാൽ 2 × 3/9 2 × 3/9 plus 3 × 2/9 plus 4 × 1/9. അപ്പൊ ഇത്രയാണ് എന്ത് നമുക്ക് പ്രോബബിലിറ്റീസും എക്സിന്റെ വാല്യൂ അതിന്റെ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസും കൂടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഓരോന്നിന്റെ വാല്യൂ എന്ത് വരും, 0 × 1/9 0 ആണ് അല്ലെ. ഇനി 1 × 2/9 2/9 2 × 3 എന്ത് വരും 6 ആണ്. അപ്പൊ 6/9 എന്ന് കിട്ടും. പ്ലസ് 3 × 2 വീണ്ടും എന്താണ് 6 ആണ് വരുന്നത്, 6/9 എന്ന് കിട്ടും. പ്ലസ് 4 × 1 ചെയ്ത് കഴിയുമ്പോഴോ നമുക്ക് 4/9 ആണ് വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എല്ലാവരും കൂടെ എന്താണ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക 18/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സോ നമ്മളെ മീൻ വാല്യൂ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ് എന്ന് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ മീൻ വാല്യൂ അത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവർ വേരിയൻസ് കൂടെ എന്താണ് കാണാനായിട്ട് ചോദിക്കാറുണ്ട്. വേരിയൻസ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇനി ഇവിടെ എന്ത് വേണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കണ്ടെത്തണം. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ കേസിൽ സിഗ്മ എക്സ് P of x ആണ് നമ്മൾ ഇക്വേഷൻ. ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ എന്താണ് എക്സ് ആണ്. ഇനി ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് വരും, ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ P of x എന്നാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. എന്താ ചെയ്യേണ്ടത്, എല്ലാ എക്സിനെയും എന്താണ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് എന്താക്കുക പ്രോബബിലിറ്റീസിന്റെ കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇവരെ സം എടുക്കുക, ആഡ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു 0 square × 1/9 പ്ലസ് 1 square × 2/9 പ്ലസ് 2 square × 3/9 പ്ലസ് 3 square × 2/9 plus 4 square into 1/9.
ഇതാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇവരൊക്കെ എന്താണ് സ്ക്വയർ എടുത്തു. പ്രോബബിലിറ്റീസ് തമ്മിൽ മാറ്റമൊന്നുമില്ല, പ്രോബബിലിറ്റീസ് അങ്ങനെ തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു 1/9, 1 സ്ക്വയർ ഇൻറ്റു 2/9, 2 സ്ക്വയർ ഇൻറ്റു 3/9 ആൻഡ് 3 സ്ക്വയർ ഇൻറ്റു 2/9, 4 സ്ക്വയർ ഇൻറ്റു 1/9. എല്ലാ ആൾക്കാരും നമ്മൾ ആകെ എക്സിന് മാത്രം എന്താണ് സ്ക്വയർ എടുത്തു. പ്രോബബിലിറ്റീസ് എല്ലാം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. സോ എന്തും 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ 0 ഇൻറ്റു 1/9 എന്താണ്, അവിടെ 0 എന്ന് കിട്ടി. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നുണ്ടായിരിക്കുക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 9 ആണ് വരുന്നത്. ആൻഡ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 ആണ് വരുന്നുണ്ടായിരിക്കുക. ഇനി ഇവിടെ ആയാലും ഒക്കെ നമ്മൾ കട്ട് ചെയ്യാത്തത് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രാക്ഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കട്ട് ഷോർട്ട് ചെയ്ത് ചെറിയ വാല്യൂസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനെ 1/3 എന്ന് എഴുതാം. ഇവിടെ കട്ട് ചെയ്തത് 2 എന്നാക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മൊത്തത്തിൽ ആൻസറിലേക്ക് എത്തിക്കാം ലാസ്റ്റ്. അപ്പോൾ എന്ത് വരും, ഇവിടെ 1 ഇൻറ്റു 2, അപ്പോൾ ഇവിടെ 2/9 പ്ലസ് 4 3s are 12/9 കിട്ടി. പ്ലസ് 9 2s are 18/9 പ്ലസ് 16/9. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി എന്താ വേണ്ടത്, ഇവരെല്ലാവരും കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 48/9 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ കൊടുക്കാം. കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിയുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് 5.33 എന്നാണ് കിട്ടുന്നത്. ആൻസർ കഴിഞ്ഞിട്ടില്ല. വേരിയൻസ് കാണണം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 5.33 ആണ് വരുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്ത് വേണം, നമുക്ക് സ്ക്വയർ ആണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5.33 മൈനസ് 4 എന്ന് കിട്ടും. ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക 1.33 എന്ന് നമുക്ക് വേണം ആൻസർ ആയിട്ട് കിട്ടും. സോ വേരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ആദ്യം എന്ത് കാണണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം, എന്നിട്ട് വേണം എന്ത് വേരിയൻസിലേക്ക് എത്താനായിട്ട്. അതിനു മുന്നേ ഓൾറെഡി ആ ചോദ്യത്തിൽ മീൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി മീൻ ചോദിച്ചിട്ടില്ല എന്നാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം, എന്നിട്ട് വേണം ആരെ കാണാനായിട്ട്, വേരിയൻസ് കാണാനായിട്ട്. സോ ഏതൊരു ചോദ്യം പഠിക്കുമ്പോഴും ഇതിൽ നിന്ന് എന്തൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അതൊന്നും ആലോചിക്കുക. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് എന്ത് പറയാം, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ f(x) കൂടെ പറയാം. എങ്ങനെ വരും, ഇവിടെ 0ന്റെ കേസിൽ ആഡ് ചെയ്തിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് തന്നെ. അപ്പൊ എന്താണ്, അക്യുമുലേറ്റ് ആഡ് ചെയ്ത് വരാം. അപ്പൊ ആദ്യം എന്ത് വരും, ഇവിടെ എക്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് 0 1 2 3 4. f(x) എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആദ്യത്തെ പ്രോബബിലിറ്റി എന്താണ്, 1/9 ആണ്. ഇനി ആ 1/9ന്റെ കൂടെ അടുത്ത പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 1/9 പ്ലസ് 2/9 എന്ത് വരും, 1 + 2 3/9 എന്ന് കിട്ടും. ഇനി ഈ 3/9ന്റെ കൂടെ അടുത്ത പ്രോബബിലിറ്റി 3/9 പ്ലസ് 3/9 എന്ത് വരും, 6/9 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 6/9 എന്ന് കിട്ടി. ഇനി അടുത്ത നോക്കിയാൽ 6/9ന്റെ കൂടെ അടുത്ത പ്രോബബിലിറ്റി എന്താ വരുന്നത്, 2/9 ആണ്. അപ്പോൾ 6/9 പ്ലസ് 2/9 8/9 എന്ന് കിട്ടും. 8/9. ലാസ്റ്റിലെ ആൾ ഏതാണ്, 1/9 ആണ് വരുന്നത്. അപ്പൊ 8/9 പ്ലസ് 1/9, അപ്പൊ 8 + 1 9 എന്ന് കിട്ടും. അപ്പൊ എന്താണ്, 9/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കേസിൽ കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ആൻഡ് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. f(x)ന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്, 0 to 1 ആണ്. പ്രോബബിലിറ്റിന്റെ റേഞ്ച് എന്താണ്, 0 to 1 ആണ് വരുന്നത്. സോ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ ഇതുപോലെ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.